ഒരുപാട് ആൾക്കാർക്ക് ഊത് കത്തിക്കുന്നതും പുകയ്ക്കുന്നതും എങ്ങനെയാണെന്ന് സത്യത്തിൽ അറിയില്ല കേട്ടോ. ഞാൻ അറിയാത്ത ആൾക്കാർക്ക് വേണ്ടിയിട്ടാണ്, എല്ലാവരുടെ കാര്യമല്ല ഞാൻ പറഞ്ഞു. അതിൽ കുറവ് ആൾക്കാർക്കാണ് ഇത് എങ്ങനെ യൂസ് ചെയ്യുന്നതെന്ന് അറിയാം. ഇതുണ്ടല്ലേ, ഫസ്റ്റ് നമ്മൾ ചാർക്കോൾ ഒന്ന് കത്തിച്ച് വെച്ചിട്ട് ഒരു 2 മിനിറ്റ് ഒന്ന് പുറത്ത് വെച്ച് കഴിഞ്ഞാൽ ഇതിപ്പോൾ ഭയങ്കര ഹീറ്റായിരിക്കും. ഇത് മൊത്തം കത്തിക്കിടക്കുന്നുണ്ട്. നോക്കിയത് ഇതിൻ്റെ കളർ നോക്കിയാൽ ശരിക്കും ബ്ലാക്ക് കരിൻ്റെ അതേ കളറാണ്. ഇനിയിപ്പോൾ കളറ് ചേഞ്ച് ആവും. അപ്പോൾ ഇത് നോക്കിയ കളറ് മാറി. അങ്ങനെ കുറച്ച് ടൈം ഒരു 2-3 മിനിറ്റ് വെക്കുന്ന നേരം ശരിക്കും ഇതിപ്പോൾ കുറച്ച് ഹീറ്റ് കുറച്ച് കുറവുണ്ട്. ഊതിൻ്റെ ഓയിൽ, ഇതൊക്കെ ഓയിലാണ്, കണ്ടില്ലേ? ഇത് നമ്മൾ സാധാരണ ഇങ്ങനെ പിടിച്ച് കട്ട് ചെയ്യുന്ന സമയത്ത് ഇതൊക്കെ ഡാമേജ് ആകാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഊത് കട്ട് ചെയ്യുമ്പോൾ മാക്സിമം ഇതുപോലത്തെ കട്ടർ വാങ്ങിച്ചു വെക്കാൻ നോക്കുക. എന്നിട്ട് കറക്റ്റ് ഇത് കണ്ടില്ലേ, കറക്റ്റ് നമ്മൾ ചാർക്കോൾ ഏകദേശം ഇത്ര സൈസാണ് ഉണ്ടാവുള്ളൂ, ആ സൈസിനെ കണക്കാക്കിയിട്ട് ഒന്ന് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ നോക്കിയാൽ വേറെ വേസ്റ്റേജും വരുന്നില്ല, കറക്റ്റ് കട്ടിങ്ങും കിട്ടും. കളറ് ഇപ്പോൾ ഏകദേശം മാറിക്കഴിഞ്ഞു. നേരത്തിനേക്കാൾ ഹീറ്റും കുറഞ്ഞിട്ടുണ്ട്. എന്തുകൊണ്ടാണ് പറയുന്നത് പറഞ്ഞാൽ ഇത് മരമാണ്. ശരിക്കും അധികം ഹീറ്റുള്ള സമയത്ത് ഇത് വെച്ച് കഴിഞ്ഞാൽ മൊത്തം പെട്ടെന്ന് തന്നെ കത്തിത്തീരും. അപ്പോൾ കറക്റ്റ് സ്മെല്ല് ശരിക്കും കിട്ടൂല. ഈ കറക്റ്റ് സ്മെല്ല് കിട്ടാൻ വേണ്ടിയിട്ടാണ് കുറച്ചും കൂടി ഹീറ്റ് കുറഞ്ഞിട്ട് പിന്നെ ഇത് ടൈം കുറച്ച് കൂടുതൽ കിട്ടുകയും ചെയ്യും. നമുക്കിപ്പോൾ അധികം ഹീറ്റില്ലെങ്കിൽ കുറച്ച് കൂടുതൽ സമയം നമുക്കിത് കത്തുകയും ചെയ്യും. ഇത് വെച്ചിട്ടത് മെയിൻ യൂസ് എന്ന് പറഞ്ഞാൽ ഈ അറബ്സ് വന്നിട്ട് ഇങ്ങനെ ഡ്രസ്സിനകത്താണ് മെയിൻ യൂസ് ചെയ്യുക. ഈ ഡ്രസ്സിനകത്ത് പോയിക്കുന്ന സമയത്ത് നമ്മുടെ ബോഡിക്കും ഡ്രസ്സിനകത്തും നല്ല സ്മെല്ലായിരിക്കും. ഊതിൻ്റെ റിയൽ സ്മെല്ല് കിട്ടും. ഇത് നാച്ചുറലാണ്. ഇത് മാത്രമല്ല അവർ ചെയ്യുന്നത്, ഇതിങ്ങനെ വെച്ച് പുകയിച്ച് വേണ്ടില്ലേ, പുക ഇങ്ങനെ വരും. അപ്പോൾ പുകച്ച് കഴിഞ്ഞാൽ നല്ല ഊതിൻ്റെ നല്ല സ്മെല്ല് വരുന്നുണ്ട്. അതിൻ്റെ കൂടെ ഒരു പെർഫ്യൂമും ഇതാ ഇങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ അടിക്കുക. അപ്പോൾ എന്തായി, ഊതും പെർഫ്യൂമും കൂടിയിട്ട് നല്ല അടിപൊളി സ്മെല്ലായിരിക്കും. അപ്പോൾ ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ.